നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് UPSC വഴി IAS, IPS, IFS തുടങ്ങിയ ധാരാളം പോസ്റ്റുകളിലേക്ക്, എല്ലാവരുടെയും സ്വപ്ന ജോലിയായിട്ടുള്ള IAS ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മിനിമം ഒരു ഡിഗ്രി ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് 5/2024 നോട്ടിഫിക്കേഷൻ്റെ നമ്പർ. ഡേറ്റ് ആയിട്ട് 14/2/2024 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അവസാന തീയതി 5/3/2024. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്കൊന്ന് സന്ദർശിച്ച് നോക്കാൻ പറ്റുന്നതാണ്. www.upsc.government.in എന്ന വെബ്സൈറ്റാണ് UPSCയുടെ വെബ്സൈറ്റ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഫൈലൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കിത് രണ്ടാമതൊരു കറക്ഷനും കാര്യങ്ങളൊന്നും ലഭിക്കുന്നതല്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കുക. ലൈഫ് ടൈമിലൊക്കെ ഒരു തവണയൊക്കെ ഇത് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ വെബ്സൈറ്റ്, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ആയിട്ട് upsconline.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ കറക്ഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിലേക്ക് നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. പെനാൽറ്റി ഫോർ റോങ് ആൻസർ, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ എഴുതുക. പിന്നീട് വരുന്നത് ഫോൺ നമ്പർ, മൊബൈലൊക്കെ ബാൻഡ് ആയിരിക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നോക്കാം. വിളിച്ചിരിക്കുന്നത് IAS ഉണ്ട്, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IASലേക്ക് IFS, ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് ഇന്ത്യൻ പോലീസ് സർവീസ് IPS, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് തുടങ്ങി ധാരാളം ഡിഫൻസിലേക്ക്, ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ്, റവന്യൂ സർവീസ്, IRS തുടങ്ങി മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതലായിട്ടുള്ള പോസ്റ്റുകളുടെ എണ്ണം, ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടക്കാം. ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി, ഏത് ഡിസിപ്ലിൻ ആയാലും നിങ്ങൾക്ക് ഡിഗ്രി മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. പോസ്റ്റുകളുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 17ഓളം പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ പ്രിലിമിനറി എക്സാം, സെൻറ്റേഴ്സ് ഓഫ് സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സെൻറ്റേഴ്സാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ കേരളത്തിൽ നിങ്ങൾക്ക് കൊച്ചി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. കൊച്ചിയും കോഴിക്കോട്, കൊച്ചിയും കാലിക്കറ്റും നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തിരുവനന്തപുരത്തും സെൻറ്റർ ഉണ്ടാവുന്നതാണ്. കേരളത്തിൽ 3 സെൻറ്ററാണുള്ളത്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലായിട്ട് നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ലഭിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ എക്സാമും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. സിവിൽ സർവീസിൻ്റെ മെയിൻ എക്സാമിന് സെൻറ്റർ ആയിട്ട് പറയുന്നത് തിരുവനന്തപുരം മാത്രമാണ്. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇതിൻ്റെ മെയിൻ എക്സാമിന് സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഓരോ സംസ്ഥാനത്തും ഓരോ സെൻറ്ററായിട്ടാണ് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഏജ് ലിമിറ്റാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെ ഏജിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന കാര്യം നോക്കുകയാണ്. 21 വയസ്സാണ് മിനിമം ഏജ് ആയിട്ട് പറയുന്നത്. 21 വയസ്സ് മുതൽ നിങ്ങൾക്ക് 32 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ ചെക്ക് ചെയ്യുന്നത് 1 ആഗസ്റ്റ് 2024 വെച്ചിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. അതായത് നിങ്ങൾക്ക് 2nd ആഗസ്റ്റ് 1992 1 ഓഗസ്റ്റ് 2003 ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. OBCക്ക് 3 വർഷത്തെയും SC/STക്ക് 5 വർഷത്തെയും തുടങ്ങിയിട്ടുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്പർ ഓഫ് അറ്റംപ്റ്റ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ജനറൽ കാറ്റഗറിയൊക്കെ ആണ്, നിങ്ങൾക്ക് 6 തവണ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് എക്സാം നിങ്ങൾക്ക് 6 തവണ എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ OBC, SC/ST കാറ്റഗറിയിലേക്ക് വരുന്നവർക്ക്, PWBD കാൻഡിഡേറ്റ്സിനൊക്കെ നിങ്ങൾക്ക് 9 തവണ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ SC/ST കാറ്റഗറിയിലൊക്കെ ഉള്ളവർക്ക് അൺലിമിറ്റഡ് ആയിട്ട്, അതായത് എത്ര തവണ വേണമെങ്കിലും ഇതിലേക്ക് പരിശ്രമിക്കുന്നതാണ്. പക്ഷേ 32 + 5 വർഷത്തെ റിലാക്സേഷനും കൂടി
ആ ഒരു ഏജ് ലിമിറ്റിൽ എത്ര തവണ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ OBC ജനറലൊക്കെ ആണെങ്കിൽ 6 വർഷവും OBCക്കൊക്കെയാണ് 9 തവണയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അത് ഒന്ന് എല്ലാവരും നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഫീയുടെ കാര്യം നോക്കുന്ന സമയത്ത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ SC ST PWBD കാൻഡിഡേറ്റ്സിനൊക്കെ ഫീ പേയ്മെൻറ്റ് ഇല്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് 100 രൂപയാണ് എക്സാം ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരിക. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. ഹൗ ടു അപ്ലൈ. അതിൽ ആദ്യം നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ PSCയിലൊക്കെ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെയും ഒരു വൺ ടൈം പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു വൺ ടൈം പ്രൊഫൈൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിരിക്കും, പിന്നീടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് upsconline.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രമേ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ മോഡിഫിക്കേഷൻ, ഈ വൺ ടൈം പ്രൊഫൈൽ നിങ്ങൾ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻ കേസ് കാൻഡിഡേറ്റ്സ് വാണ്ട് ടു എഫക്റ്റ് എനി ചേഞ്ച് ഇൻ ഹിസ് ഓർ ഹെർ OTR പ്രൊഫൈൽ അലൗഡ് ഓൺലി വൺസ്. അതായത് നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു തവണ മാത്രമേ ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് മാക്സിമം കറക്ഷനൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ആദ്യം തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നീട് ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റൂ. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനകത്ത് തന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ എക്സാമിനേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മൾ ടെലഗ്രാം ചാനലിൽ നിന്ന് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക. അവസാന തീയതി മറക്കരുത്, 5/3/2024 വൈകുന്നേരം 6 മണിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.